നമ്മളിതാ വാഴയിലയിലേക്ക് ഇതിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരല്പം നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് വാഴയിലയിലേക്ക്. എന്നിട്ട് ഉരുള മാവ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മളിതവിടെ ഒരു 3 ബോളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈയിങ് പാനിലിട്ടിട്ട് 2 സൈഡൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തി കോലിലും കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ മാവ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനിത് ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ പരിപ്പിൻ്റെ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഉരുളകളാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് മടക്കിയെടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ അതേ ചപ്പാത്തി രൂപത്തിൽ പരത്തിയെടുക്കാം. ഞാനിത് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒബ്ബട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മെല്ലെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്ക് ഈ വാഴ മെല്ലെ ഒന്ന് വലിച്ചെടുത്താൽ നമുക്കത് അങ്ങനെ ആയി കിട്ടും. ഇനി ഇത് ഒരു സൈഡ് ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ വന്ന ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒബ്ബട്ട് ഇതവിടെ റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നതുകൊണ്ട് അങ്ങനെ നല്ല സോഫ്റ്റാണ് നമ്മുടെ ഒബ്ബട്ട്. നമ്മുടെ ബോളി വരുന്ന സാധനം നമ്മുടെ ആദ്യത്തെ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണത്. നമ്മുടെ ഇതേ സ്റ്റഫിങ് കൊണ്ട് തന്നെ നമുക്ക് വേറെ സ്നാക്ക് കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബോളിയെല്ലാം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ കർണാടക സ്പെഷ്യൽ ഒബ്ബട്ട് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ബോളി എന്ന് പറയും. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. എൻ്റെ മക്കൾക്ക് ഞാനിന്ന് സ്കൂളിലേക്ക് ഇതാണ് കൊടുത്തു വിടുന്നത്. ഈ ബോളിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു.